പക്ഷെ ഇവര് ഉടായ്പ സ്ത്രീയായിരുന്നു നിന്നോട്ടെ. ഇവര് പിമ്പാണെന്ന് പറയാം, പെണ്ണുങ്ങളെ മാധവന് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത്. സംവിധായകൻ ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്ത് സൈബർ പോലീസ്. നടിയുടെ ലൈംഗിക ആരോപണം സംപ്രേഷണം ചെയ്ത ചാനലുകൾക്കെതിരെയാണ് അന്വേഷണം. ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT ആക്ട് പ്രകാരമാണ് കേസ്. അപ്പോ കിട്ടിത്തുടങ്ങിയെന്നുള്ളതാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും അല്ലെ. അപ്പോ ബാലചന്ദ്ര മേനോന് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹം പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു സമയത്താണ് കൃത്യമായിട്ട് ആ ഒരു ഗ്യാപ്പ് എടുത്തുകൊണ്ട് എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ടാണ് അദ്ദേഹം കേസ് കൊടുത്തിട്ടുള്ളത്. ആ യൂട്യൂബർമാർക്കെതിരെയാണ് കൊടുത്തുള്ളത്. അതായത് പണം ഉണ്ടാക്കാൻ എന്തെങ്കിലും പറയാം, അത് കുത്തി ചോദിക്കുന്നുണ്ട്. ലെനയുടെ പേര് പറയുന്നുണ്ട്, കലാഭവൻ മണിയുടെ പേര് പറയുന്നുണ്ട്, ബാലചന്ദ്ര മേനോന്റെ പേര് പറയുന്നുണ്ട്, ഒരുപാട് നടന്മാരുടെ പേര് ലിസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോയിനിടയിൽ ഇവരുടെ ഒരു പഴയ അയൽവാസി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഇവരുടെ സ്വഭാവം എന്താണ് എന്ന് ആ വോയിസ് ക്ലിപ്പ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ന്യൂസിലൂടെ നമുക്ക് നോക്കാം. പ്രധാനമായും 2 പരാതികളാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും ബാലചന്ദ്ര മേനോനെതിരെ കഴിഞ്ഞ ദിവസം നടിയുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ പല ചാനലുകളും അവരുടെ ഇന്റർവ്യൂ നൽകിയിരുന്നു. ആ ഇന്റർവ്യൂവിലടക്കം വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള കണ്ടന്റുകളാണ് അതിലുണ്ടായിരുന്നത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ പരാതി കഴിഞ്ഞ ദിവസം കമ്മീഷണർക്ക് ബാലചന്ദ്ര മേനോൻ നൽകിയിട്ടുള്ളത്. ഇത് ഗൂഢാലോചന ലക്ഷ്യമിട്ടാണെന്നും കൂടാതെ പണം തട്ടാനുള്ള നടപടികളുടെ തുടർച്ച എന്നുള്ള രീതിയിലുമാണ് അന്ന് നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചി സിറ്റി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഏതൊക്കെ ചാനലുകളാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ FIR-ൽ വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് അതിന്റെ ലിങ്ക് അടക്കമാണ് ബാലചന്ദ്ര മേനോൻ കൈമാറിയിട്ടുള്ളത്. ഓരോ ദിവസം ഓരോ പേരുകൾ പറയും. ആ പേര് കൂടി ഇരിക്കും. ഇതിപ്പോ ഒരു തമാശ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് സ്ത്രീകൾക്ക് അത്രയധികം സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു രാജ്യത്ത് ആ ഒരു സ്ത്രീ ഈ ഒരു നിയമങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആളുകളുടെ പേര് പറയുന്നത് പോലെയാണ്. ഇപ്പൊ നീറേണ്ട കാര്യങ്ങൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ മനസ്സിലും അത് ഫേക്ക് ആണ് എന്ന് നമുക്ക് ഇനി ചിന്തിക്കേണ്ടതായിട്ടൊന്നുമില്ല. എന്തായാലും ബാലചന്ദ്ര മേനോന് നല്ല കിടിലനായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബർമാർക്ക് ആദ്യം കൊടുത്തിട്ടുള്ളത്, അതായത് അവരെ ഇന്റർവ്യൂ നടത്തുന്ന യൂട്യൂബർമാര്, അവരെ ഇന്റർവ്യൂ മനഃപൂർവ്വം നടത്തുന്നതാണ്. സമ്പത്ത് ഉണ്ടാക്കുക, വേറെ രക്ഷയില്ല. അവർ പറയുന്ന കുറെ കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് എന്ന രീതിയിലൊക്കെയാണ് ഇടുന്നത്. മനഃപൂർവ്വം പല പേരുകളും കുത്തി ചോദിക്കുന്നുണ്ട്. മരിച്ചുപോയ കലാഭവൻ മണിയെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ലിങ്കുകളൊക്കെ ചേർത്തുകൊണ്ട് അദ്ദേഹം സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി മാനനഷ്ടത്തിനൊരു കേസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് FIR ഇട്ട കേസാണ്. ഇപ്പൊ 2 പേര് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേനും അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ ഇവര് ബാലചന്ദ്ര മേനോനെതിരെയുള്ള ഒരു അലിഗേഷൻ പറഞ്ഞു. പിന്നെ യൂട്യൂബിൽ ഇന്റർവ്യൂ നടത്തുന്ന ആളുകൾക്ക് ഇതൊരു കിട്ടിയ ചാൻസ് അല്ലേ. അതും വെച്ച് അവരങ്ങോട്ട് ഇവർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല് പൈസക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതൊന്നുമില്ല. കാരണം കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇവരെ അത്യാവശ്യം പൈസയുണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഇനി അവസരം കിട്ടൂല. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് ഓരോ പേരുകൾ പറയാലോ എന്നുള്ള സാധനം ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ലെനയ്ക്ക് എതിരെ ഒരു പറഞ്ഞിട്ട് ലെന ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ബാലചന്ദ്ര മേനോനാണ് ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് DGPക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. ധനമോഹികളായിട്ടുള്ള ഒരു കൂട്ടം വക്രബുദ്ധിക്കാരായ ആളുകൾ ഇതിന്റെ പിന്നിൽ. അതിൽ നടിക്ക് പുറമെ നടിയുടെ അഭിഭാഷകനായിട്ടുള്ള സംഗീത് ലൂയിസ് എന്ന് പറയുന്ന ആളാണ് തന്നെ ഫോണിൽ വിളിക്കുന്നത്. അത് 13-ാം തീയതി വിളിക്കുന്നു. തൊട്ടടുത്ത ദിവസം 14-ാം തീയതി തനിക്കെതിരെയുള്ള പോസ്റ്റ് ഈ നടിയുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നപ്പോൾ സ്വാഭാവികമായും അതിനൊരു ടൈം ലൈൻ കണക്കാക്കുമ്പോൾ അതൊരു ഭീഷണിയുടെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് ബാലചന്ദ്ര മേനോൻ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ പരാതി ഇപ്പോൾ DGPയുടെ കയ്യിലാണ്. DGP ഉടൻ തന്നെ അതിലൊരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ അതായത് അവർ പറഞ്ഞ് ആണ് ഇവർ പോസ്റ്റ് ഇടുന്നത്. 13-ാം തീയതി വക്കീൽ വിളിച്ചിട്ട് ഈ കേസ് കൊടുക്കാൻ പോകുന്നതെന്ന് അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതിനർത്ഥം കൃത്യമായിട്ട് ആദ്യം വക്കീലിനെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു സംഭവം ഇട്ടു എന്നുള്ളതാണ്. ഇതിനൊക്കെ കൃത്യമായി തെളിവുകൾ വേണം അല്ലെ. ഇവര് 4 പെൺകുട്ടികളുടെ പേരാണ് ബാലചന്ദ്ര മേനോനായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു സ്ത്രീ ഉണ്ട്, അവരിവരെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അവരൊക്കെ ഇനി രംഗത്ത് വരികയാണെങ്കിൽ മാത്രമേ ബാലചന്ദ്ര മേനോനെ കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് എന്നത്തെയും പോലെ എപ്പോഴത്തെയും പോലെ വീണ്ടും അങ്ങ് നാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ ഈ ആ ഒരു 4 പെൺകുട്ടികളെ ഇവര് കൊണ്ടുവരേണ്ടി വരും ഇനി. അതായത് ഒരു അലിഗേഷൻ പറഞ്ഞ അവര് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞാലേ കഴിഞ്ഞില്ലേ. ഓക്കെ, ഇനിയാണ് ആ ഒരു അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ പറയുന്ന ആ ഒരു വോയിസ് ഉള്ളത്. ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ഈ സ്ത്രീ ഇത് ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു. ഞങ്ങൾ ആർമിയുടെ ഫ്ലാറ്റ്, ഹൈക്കോടതി മറൈൻ ഡ്രൈവിലെ ആർമിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായി. ബ്രോ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. മാധവൻ കേസ് ഒന്ന് അടിച്ചു നോക്കിയ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസ് ഉണ്ട്. അത് ഭയങ്കര വിവാദമായതാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ പോലീസുകാർ വന്നാണ് ഇവരന്വേഷിച്ചു.
അന്നത്തെ ആ കേസില് ഇവര് ഈ സ്ത്രീ ഞങ്ങൾ പോലീസുകാർ മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് വരും. പക്ഷെ ഇവര് ഉടായ്പ സ്ത്രീയായിരുന്നു ഒന്നോട്ടെ. ഇവര് പിമ്പാണെന്ന് പറയാം, പെണ്ണുങ്ങളെ സ്ത്രീ അതവരെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത്. ഓക്കെ, ആ ഒരു വാർത്ത ഞാൻ തെരഞ്ഞെടുത്ത് കിട്ടിയില്ല, അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോ ഇവര് പിമ്പായിരുന്നു എന്നുള്ളതാണ് ആ അയൽവാസി പറഞ്ഞത്. അതേ അയൽവാസിയുടെ വേറൊരു വോയിസ് ക്ലിപ്പ് കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് കേട്ടോക്കാം. എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടിവിയിൽ കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത്, ഇവര് വന്നിരുന്ന് നിങ്ങൾ പുണ്യാവധി ചമയുമ്പോ ഇവര് കൊണ്ടുപോയിക്കണ പെണ്ണുങ്ങള് വന്നിരുന്നിന് ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂലേ. ഇവര് കൂടുതലും പെണ്ണുങ്ങളെ ഹാപ്പി ആയിട്ട് വിടും. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ അതായിരിക്കണം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവർക്കെതിരെ കുറെ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ ഇവരുടെ ഇത് ചൂഷണപ്പെട്ട പെണ്ണുങ്ങൾ കുറെ വരേണ്ടതല്ലേ. ഒരെണ്ണല്ലേ ഇപ്പൊ വന്നിട്ടുള്ളൂ, ഇനിയും വരേണ്ടതാണെന്നാണ് എന്റെ ഇത്. ഓക്കെ, ഒരെണ്ണം അവരുടെ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പഴയ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. അപ്പൊ ആ ഫ്ലാറ്റിൽ എന്തോ വിഷയം ഉണ്ടായിട്ടുണ്ട് അതിന് മുന്നേ. അതുകൂടാതെ വരെ ഒരു തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഒരു ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടിയെ അതിലെ ഫ്ലാറ്റിലേക്ക് കയറ്റാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അടിയും കുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവരെ അറിയുന്നത് കേട്ടോ, സത്യം പറയാച്ചാൽ. അത് കുറച്ച് മുമ്പാ. അത് കഴിഞ്ഞിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്താണ് കൂടുതൽ അറിയുന്നത്. ഇപ്പൊ ഇത് ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ യൂട്യൂബർമാരും ചെന്നിട്ട് അവരെ ഇന്റർവ്യൂ എടുത്തിട്ട് അവരോരോ ആളുകളുടെ പേര് പറയുമ്പോൾ അത് ആഘോഷിക്കുക എന്നുള്ള രംഗത്ത് ആ സാധനമായിട്ട് വന്നിക്കുക. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ന്യൂസ് റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. കൃത്യമായിട്ട് ഇവർ പറഞ്ഞ ആ അലിഗേഷൻസ് അത് കുറച്ച് ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് നിയമത്തിന്റെ മുന്നിൽ എത്തുകയും നിയമപരമായിട്ട് ഇത് തെളിയിക്കേണ്ടി വരും. അപ്പൊ ബാലചന്ദ്ര മേനോൻ മാനനഷ്ടത്തിന് കേസ്, സൈബർ സെല്ലിൽ കേസ്, എനിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ പറയുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. കലാഭവൻ മണിയുടെ ഫാമിലിയും കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം കലാഭവൻ മണിക്കെതിരെയും ഒരു മോശപ്പെട്ട അലിഗേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളെയും ജീവിച്ച് ഇരിപ്പില്ലാത്ത ആളുകളെയും ഒരേപോലെ തന്നെയാണ് ഈ ഒരു സ്ത്രീ സമീപിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പോ ഇവർക്കെതിരെ ഒരു പെൺകുട്ടി ഇപ്പൊ കേസ് കൊടുത്തു അല്ലെ. അവരെ ഇവർ പരമാവധി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു, പരമാവധി നാണം കെടുത്താൻ ശ്രമിച്ചു. ഇരയെ സംരക്ഷിക്കേണ്ട ആ ഒരു നിയമം അറിയാം എന്നിട്ട് പോലും അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇപ്പോ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ബാലചന്ദ്ര മേനോൻ ഈ ഒരു കേസിൽ വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ തെളിവുകൾ ഇല്ലെങ്കിൽ ഊരിപ്പോരും, തെളിവുകൾ ഉണ്ടെങ്കിൽ ലോക്കാവും ചെയ്യും. അപ്പൊ എന്തിനാണ് അനാവശ്യമായിട്ട് യൂട്യൂബർമാർക്ക് ഇങ്ങനെ ഇന്റർവ്യൂകൾ കൊടുത്തിട്ട് ഓരോ മോശപ്പെട്ട പേരുണ്ടാക്കിയെടുക്കാൻ തോന്നുന്നത് എനിക്കറിയില്ല. അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയും FIRൽ ആ പേരുകൾ രേഖപ്പെടുത്തുകയും FIRൽ അത് ആ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് യൂട്യൂബർമാരുടെ അടുത്തേക്ക് പോയിട്ട്, ഇനി പണത്തിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല, എന്തായാലും യൂട്യൂബിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാണ്, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാതെ നിങ്ങൾക്കുണ്ടാവുന്ന ഇത്തരം പീഡന അനുഭവങ്ങൾ നേരിട്ടിട്ട് അത് പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം. അല്ലാത്ത പക്ഷം ഇനി പുലി വരുന്നേ പുലി എന്ന പോലെയാകും. ആരും പുലി വന്നാൽ വിശ്വസിക്കില്ല അല്ലെ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ 50K മെമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, 50K അടിച്ചിരിക്കുന്നു അങ്ങനെ. ഓക്കെ, വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരാം. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.